വിശദീകരിക്കാം. അക്രൂവൽ അടിസ്ഥാനം, അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിംഗ് എന്താണ്? സാമ്പത്തിക ഇടപാടുകൾ പണമായി കൈമാറ്റം ചെയ്യപ്പെടുന്നത് പരിഗണിക്കാതെ അവ യഥാർത്ഥത്തിൽ എപ്പോൾ സംഭവിക്കുന്നു അല്ലെങ്കിൽ എപ്പോൾ അവകാശപ്പെടുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി രേഖപ്പെടുത്തുന്ന ഒരു അക്കൗണ്ടിംഗ് രീതിയാണ് അക്രൂവൽ അടിസ്ഥാനം. ലളിതമായി പറഞ്ഞാൽ, വരുമാനം റവന്യൂ ഒരു സേവനം നൽകുകയോ സാധനം വിൽക്കുകയോ ചെയ്യുമ്പോൾ അതിന് പണം ലഭിച്ചോ ഇല്ലയോ എന്നത് പരിഗണിക്കാതെ വരുമാനം രേഖപ്പെടുത്തുന്നു. ഉദാഹരണത്തിന്, ഒരു ക്ലയന്റിന് നിങ്ങൾ ഒരു സേവനം നൽകി, അവർ ബിൽ സ്വീകരിച്ചു, പക്ഷേ പണം പിന്നീട് മാത്രമേ നൽകുകയുള്ളൂ എങ്കിലും സേവനം നൽകിയ സമയത്ത് തന്നെ അത് വരുമാനമായി രേഖപ്പെടുത്തുന്നു. ചെലവുകൾ എക്സ്പെൻസസ് ഒരു സേവനം ഉപയോഗിക്കുകയോ സാധനം വാങ്ങുകയോ ചെയ്യുമ്പോൾ അതിന് പണം നൽകിയോ ഇല്ലയോ എന്നത് പരിഗണിക്കാതെ ചെലവ് രേഖപ്പെടുത്തുന്നു. ഉദാഹരണത്തിന്, നിങ്ങളുടെ സ്ഥാപനത്തിന്റെ വാടക ഈ മാസം അടച്ചിട്ടില്ലെങ്കിലും ഈ മാസത്തെ വാടക ചെലവായി രേഖപ്പെടുത്തണം. അക്രൂവൽ ഡീറ്റെയിൽ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു അക്രൂവൽ ഇടപാടിന്റെ പൂർണ്ണമായ വിവരങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഒരു അക്രൂവൽ ഇടപാട് എങ്ങനെ രേഖപ്പെടുത്തുന്നു, അത് സാമ്പത്തിക രേഖകളിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇതിൽ ഉൾപ്പെടാം. പ്രധാനമായും താഴെ പറയുന്ന കാര്യങ്ങൾ ഇതിൽ വരും. 1. അക്രൂഡ് വരുമാനം, അക്രൂഡ് റവന്യൂ. ഇതിനെ അക്രൂഡ് ഇൻകം എന്നും പറയും. പണം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ലഭിക്കാൻ അർഹതയുള്ള വരുമാനമാണിത്. ഉദാഹരണത്തിന്, ഒരു പ്രോജക്റ്റ് പൂർത്തിയാക്കി അതിന് പണം ലഭിക്കാനുണ്ടെങ്കിൽ ആ വരുമാനം അക്രൂഡ് വരുമാനമാണ്. 2. അക്രൂഡ് ചെലവുകൾ, അക്രൂഡ് എക്സ്പെൻസസ്. ഇതിനെ അക്രൂഡ് ലയബിലിറ്റീസ് എന്നും പറയും. പണം നൽകുന്നതിന് മുമ്പ് തന്നെ അടയ്ക്കേണ്ടി വരുന്ന ചെലവുകളാണിത്. ഉദാഹരണത്തിന്, ജീവനക്കാർക്ക് ശമ്പളം നൽകേണ്ടി വരുന്ന തുക, പക്ഷേ ശമ്പളം ഇതുവരെ കൊടുത്തിട്ടില്ലെങ്കിൽ അത് അക്രൂഡ് ചെലവാണ്. മറ്റ് ഉദാഹരണങ്ങൾ വാടക, വൈദ്യുതി ബിൽ, പലിശ തുടങ്ങിയവ. അക്രൂവൽ അടിസ്ഥാനത്തിന്റെ പ്രാധാന്യം. ഒരു ബിസിനസിന്റെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതിയും പ്രകടനവും, ഫൈനാൻഷ്യൽ പൊസിഷൻ ആൻഡ് പെർഫോമൻസ് മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നു. കാരണം പണം കൈമാറ്റം ചെയ്യപ്പെടുന്നതിനേക്കാളുപരി ഒരു നിശ്ചിത കാലയളവിലെ വരുമാനങ്ങളും ചെലവുകളും ഇത് കൃത്യമായി പൊരുത്തപ്പെടുത്തുന്നു. മാച്ചിംഗ് പ്രിൻസിപ്പിൾ വലിയ ബിസിനസ്സുകൾക്കും ക്രെഡിറ്റ് ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്കും ഇത് വളരെ പ്രധാനമാണ്. GAAP ഓഫ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് പോലുള്ള അന്താരാഷ്ട്ര അക്കൗണ്ടിംഗ് തത്വങ്ങൾ അക്രൂവൽ അടിസ്ഥാനമാണ് ശുപാർശ ചെയ്യുന്നത്. ക്യാഷ് അടിസ്ഥാനം, ക്യാഷ് ബേസിസ് വേഴ്സസ് അക്രൂവൽ അടിസ്ഥാനം, അക്രൂവൽ ബേസിസ്. അക്രൂവൽ അടിസ്ഥാനത്തിന് വിപരീതമായി ക്യാഷ് അടിസ്ഥാനത്തിൽ പണമിടപാടുകൾ നടക്കുമ്പോൾ മാത്രമേ അവ രേഖപ്പെടുത്തുന്നുള്ളൂ. അതായത് പണം ലഭിക്കുമ്പോൾ മാത്രം വരുമാനം രേഖപ്പെടുത്തുന്നു, പണം നൽകുമ്പോൾ മാത്രം ചെലവുകൾ രേഖപ്പെടുത്തുന്നു. ചെറിയ ബിസിനസ്സുകൾക്കും വ്യക്തികൾക്കും ഇത് അനുയോജ്യമായേക്കാം, എന്നാൽ ഒരു സ്ഥാപനത്തിന്റെ യഥാർത്ഥ സാമ്പത്തിക ചിത്രം ഇത് നൽകണമെന്നില്ല. ചുരുക്കത്തിൽ, അക്രൂവൽ ഡീറ്റെയിൽ, ഫുൾ ഡീറ്റെയിൽസ് എന്നത് ഒരു സ്ഥാപനം അക്രൂവൽ അടിസ്ഥാനത്തിൽ സാമ്പത്തിക ഇടപാടുകൾ എങ്ങനെ രേഖപ്പെടുത്തുന്നു, അതിന്റെ ഓരോ ഘടകങ്ങളും, വരുമാനം, ചെലവുകൾ എന്നിവ പണം കൈമാറ്റം ചെയ്യുന്ന സമയം പരിഗണിക്കാതെ എങ്ങനെ കണക്കാക്കുന്നു, അതിന്റെ പ്രാധാന്യം എന്താണ് എന്നതിനെക്കുറിച്ചുള്ള സമഗ്രമായ വിവരങ്ങളാണ്.